വെൽക്കം ബാക്ക്. ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തിയറിന്റെ എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഒരു കുട്ടി എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായി. ഓക്കെ, സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, വാട്ട് യു മീൻ ബൈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിയാലോ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ക്യാഷ് ബാലൻസിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാണിച്ചു തരുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ? രണ്ട് ക്യാഷ് ബാലൻസ് തമ്മിൽ ഓപ്പണിങ് ക്ലോസിങ് ഇത് രണ്ടും തമ്മിൽ എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസം വന്നതെന്ന് കാണിച്ചു തരുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് എഴുതാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് വാട്ട്? ചേഞ്ച് ഇൻ ക്യാഷ് ബാലൻസ്, ചേഞ്ച് ഇൻ ക്യാഷ് പൊസിഷൻ എന്നോ ചേഞ്ച് ഇൻ ക്യാഷ് ബാലൻസ് എന്നോ എഴുതാം. രണ്ട് പീരീഡുകൾ തമ്മിൽ ഫ്രം വൺ പീരീഡ് ടു അനദർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ചേഞ്ചസ് ഇൻ ക്യാഷ് ബാലൻസ് ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്. രണ്ട് ബാലൻസ് ഷീറ്റിലെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തമ്മിൽ ക്യാഷിൻ്റെ വ്യത്യാസം, അങ്ങനെ എഴുതാം. സോ ഇത് രണ്ടും ഓക്കെ ആണല്ലോ. ഇനി ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസും ആവാം ഡിക്രീസും ആവാം അല്ലേ? ക്യാഷ് കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ 70,000 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലെ ക്യാഷ് 1 lakh ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻക്രീസ് അല്ലേ? ഇനി നേരെ തിരിച്ച് ഇവിടെ 60,000 ഇറ്റ് ഈസ് ഡിക്രീസ്. സോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻക്രീസോ ഡിക്രീസോ ആവാം. അപ്പോൾ നമുക്ക് ഇനി ഒരു സെൻറ്റൻസും കൂടി ഇതിൽ നിന്ന് ഫോം ചെയ്യാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് റീസൺ ഫോർ ചേഞ്ചസ്, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ബാലൻസ് ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ റീസൺ കാണിച്ചു തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ട് ക്യാഷ് ബാലൻസ് ചേഞ്ച് ചെയ്തു? പുതിയ അസറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ? അസറ്റ് വിറ്റിട്ടുണ്ടായിരുന്നോ? ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇതല്ലേ നമ്മൾ നോക്കുന്നത്. സോ ഇതായിരിക്കാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മളോട് ചോദിക്കാം ഒബ്ജക്റ്റീവ്സ് എന്താണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒന്ന് നമുക്കിത് എഴുതിക്കൂടെ? ക്യാഷിൻ്റെ ഇൻക്രീസോ ഡിക്രീസോ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. സോ ടു നോ ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ബാലൻസ് എഴുതിക്കൂടെ? എഴുതാലോ. 2, നമുക്ക് ക്യാഷിനെ കൺട്രോൾ ചെയ്തുകൂടെ? വേണ്ടാണ്ട് നമ്മളെ ക്യാഷ് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൂടെ? അപ്പോൾ നമുക്ക് കൺട്രോളിങ് ഓഫ് ക്യാഷ് എന്ന് എഴുതാം. കൺട്രോളിങ് ഓഫ് ക്യാഷിനേക്കാളും ഇത്രയും കൂടി മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് ഇവിടെ ചേർക്കാം ലിക്വിഡ് റിസോഴ്സസ്. പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഏതൊരു ഐറ്റത്തിനെയും നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് കൂടുതൽ ക്യാഷ് കയ്യിൽ വെക്കുന്നതും അപകടമാണ്, കുറച്ച് ക്യാഷ് കയ്യിൽ വെക്കുന്നതും അപകടമാണ്. അപ്പോൾ എങ്ങനത്തെ ക്യാഷ് കയ്യിൽ വെക്കുന്നതാണ് നല്ലത്? എഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാഷ്. അപ്പം നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ എത്ര ക്യാഷ് കയ്യിൽ വെക്കണമെന്ന് മനസ്സിലാവും. സോ എഡിക്വേറ്റ് ക്യാഷ് കയ്യിൽ വെക്കണമെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് കൂടുതൽ ക്യാഷും ഹോൾഡ് ചെയ്യേണ്ട വരില്ല, കുറവ് ക്യാഷും ഹോൾഡ് ചെയ്യേണ്ട വരില്ല. അടുത്തത് ബഡ്ജറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യും അല്ലേ? നമ്മളെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മൾ ബഡ്ജറ്റ്, ഭാവിനെ പറ്റിയിട്ടുള്ള പ്ലാനിങ്, റൈറ്റ്? സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ് ഡിസിഷന് വേണ്ടിയിട്ടും നമുക്ക് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഒപ്റ്റിമം ലെവൽ ഓഫ് ക്യാഷ് റിസോഴ്സസ്, ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടായിട്ട് കണ്ടു. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ബാലൻസ്. 2, കൺട്രോൾ ചെയ്യുക വാട്ട്? ലിക്വിഡ് റിസോഴ്സസ് അല്ലെങ്കിൽ ക്യാഷ് എന്ന് എഴുതിയാലും മതി. അടുത്തത് എക്സസും ഇൻഎഡിക്വേറ്റും പ്രിവെൻറ്റ് ചെയ്യുക, മീൻസ് എഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാഷ് ഹോൾഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബജറ്റിന്, എന്ത് ബജറ്റിന്? ലോങ് ടേം ബജറ്റ്, അതായത് ക്യാപിറ്റൽ ബജറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ദെൻ ടു മെയിൻറ്റെയിൻ ഓപ്റ്റിമം ലെവൽ ഓഫ് ക്യാഷ് റിസോഴ്സസ്. ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻസിൽ നമുക്ക് ആദ്യം എഴുതാം പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യും അല്ലേ? ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ്. അത് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം ക്യാഷ് ഇല്ലാണ്ട് നമുക്ക് പ്ലാനിങ്ങിനെ പറ്റി ചിന്തിക്കാനേ പറ്റൂല എന്നൊരു സെൻറ്റൻസ് കൊടുക്കുക, റൈറ്റ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ക്യാഷ് പ്ലാൻ കനോട്ട് ബി അക്കംപ്ലിഷ് സക്സസ്ഫുള്ളി അല്ലേ? പൈസ ഇല്ലാണ്ട് കുറേ പ്ലാനിങ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ആ ഒരു സെൻറ്റൻസ് ഫസ്റ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്തെഴുതാം? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് ക്യാഷിൻ്റെ സോഴ്സ് ആൻഡ് യൂസിനെ പറ്റി മനസ്സിലാവും അല്ലേ? ഇൻഫ്ലോ ഔട്ട്ഫ്ലോ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഫൈൻഡ് ദി ഇൻവെസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് അല്ലേ? നമുക്ക് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, എങ്ങനെ പൈസ വരുന്നതെന്നൊക്കെ അറിയൂലേ? സോ അതാണ് ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്യാഷ് ഇല്ലാണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക്
ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ കാണിക്കും. അത് കൂടാണ്ട് ഇൻവെസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. ദെയർബൈ വി ക്യാൻ പ്ലാൻ എഫിഷ്യൻ്റ്ലി. ഓക്കെ, അടുത്തത് ഹെൽപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് ഫൈനാൻഷ്യൽ പോളിസീസ്. ഫൈനാൻഷ്യൽ പോളിസീസിൽ വരിക ഡിവിഡൻഡ് പോളിസി. ഓക്കെ, എനിവേ ഇവിടെ ഉള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഡിവിഡൻഡ് പോളിസി, ക്രെഡിറ്റ് പോളിസി, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഡിസിഷൻ എടുക്കാനും നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും. ഇല്ല, എത്ര ഡിവിഡൻഡ് കൊടുക്കണം, കയ്യിൽ ക്യാഷ് ഉണ്ടോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ത്രൂ മനസ്സിലാക്കാൻ പറ്റും. പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റും. ക്യാഷ് ഫ്ലോ അല്ലേ, ക്യാഷ് ബഡ്ജറ്റിൽ ക്യാഷ് ഫ്ലോ നമുക്ക് അറിയണം, റിസീറ്റ് അറിയണം, ഭാവിയിൽ എത്ര പേയ്മെൻറ്റ് നടത്തണം എന്ന് അറിയണം അല്ലേ. സോ അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുക ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഫോം ദ ബേസിസ് ഫോർ പ്രിപ്പയറിംഗ് മന്ത്ലി, ക്വാർട്ടർലി ഓർ ആനുവൽ ക്യാഷ് ബഡ്ജറ്റ്. മന്ത്ലി പ്രിപ്പയർ ചെയ്യാനും ക്വാർട്ടർലി അല്ല ഏത് തരത്തിലുള്ള ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും വി നീഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതും എഴുതാം. അടുത്തത് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി നമുക്ക് മനസ്സിലാവും, റിവീൽ ചെയ്യും. ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ ആ ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റിയും സോൾവൻസിയും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ബിക്കോസ് ദ യൂസ് അല്ലെങ്കിൽ സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആസ് മെൻഷൻഡ് ആൻഡ് വി ക്യാൻ നോ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് ബ്ലണ്ടർ അടിക്കാണ്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അടുത്തത് ഹെൽപ്സ് ഇൻ എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് എഴുതാം, നമ്മളിവിടെ പറഞ്ഞില്ലേ എന്താ, ഹോൾഡിങ് എക്സസ്സും അല്ല ഇന്നെഡിക്വേറ്റും നമ്മളെ കയ്യിൽ വെക്കേണ്ട. അത് കുറച്ച് ക്യാഷ് വെച്ചാലും കൂടുതൽ ക്യാഷ് വെച്ചാലും പ്രശ്നം. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്തിന് ഹെൽപ്പ് ചെയ്യും, എഡിക്വേറ്റ് ആയിട്ടുള്ള ഒപ്റ്റിമം ആയിട്ടുള്ള ക്യാഷ് കയ്യിൽ വെക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കൊടുക്കണം. നൗ ഷോ ദ കോസ് ഓഫ് ചേഞ്ച് ഇൻ ക്യാഷ് പൊസിഷൻ. ക്യാഷ് പൊസിഷനിലുള്ള ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളിവിടെ എഴുതണം. ഞാൻ ഈ ഒരു തിയറീൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അല്ലാണ്ട് ഹൈ മാർക്ക് കിട്ടുന്ന മക്കൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റും, അവരൊറ്റയ്ക്ക് തന്നെ പഠിക്കാം കേട്ടോ. ഞാൻ നമ്മളെ ക്ലാസ്സിലുള്ള ഒരു ആവറേജ് ടു ലോ ലെവൽ സ്റ്റുഡൻസിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫോർ ദിസ് പാർട്ട്. ഓക്കെ, ഈ ഒരു പാർട്ടിന്. അടുത്തത് നിങ്ങൾക്ക് എഴുതാം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ റീസൺ പറയും. എന്തിൻ്റെ റീസൺ, ഈ ചേഞ്ച് എന്തിന്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ഉണ്ടായതിൻ്റെ കാരണങ്ങളും കൂടി നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എഴുതുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യും എന്ത് റീസൺ, എന്തിനുള്ള റീസൺ, ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ ക്യാഷ് ബാലൻസസ്. ഓക്കെ, ദെയർബൈ വി ക്യാൻ ഇഫക്റ്റീവ്ലി മാനേജ് ദി ക്യാഷ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, കൂടുതലൊന്നും എഴുതണ്ട, എക്സാമിന് നീ 6 വയസ്സല്ലേ ഉള്ളൂ അല്ലേ, അപ്പം നമുക്ക് ഇത്രയേ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇസ് ഹെൽപ്ഫുൾ ഇൻ കൺട്രോളിങ്. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ കൺട്രോൾ ഡിവൈസ് എന്ന് എഴുതാം. നമുക്ക് എല്ലാ ലിക്വിഡ് റിസോഴ്സസും നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. വാട്ട് ഇസ് ലിക്വിഡ് റിസോഴ്സസ്, ഈസിലി ക്യാഷ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റിയ റിസോഴ്സസിനെയാണ് നമ്മൾ ലിക്വിഡ് റിസോഴ്സസ് എന്ന് പറയാം. സോ വി ക്യാൻ കൺട്രോൾ all the liquid resources using cash flow statement. Liquid resources are resources which can be easily converted into cash. മതി. നമ്മൾ ബ്ലണ്ടർ എഴുതിയിട്ടുണ്ടോ, ഇല്ല. നല്ല സെൻറ്റൻസ് ആണോ, ആണ്, മതി, അത് മതി. ബാക്കിയുള്ളവർ ഇത് വായിക്കുക, ഇതുപോലെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഹെൽപ്പ് ഇൻ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. പലതരത്തിലുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കും ഒരു കമ്പനി. പേയ്മെൻറ്റ് ഓഫ് ലോൺ, എപ്പം നമ്മളെടുത്ത ലോണ് കൊടുക്കണം, എപ്പം ബോണസ് കൊടുക്കണം, നമ്മൾ എപ്പോഴും പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഡിവിഡൻഡ് കൊടുക്കണം, ഇങ്ങനെയുള്ള പല ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് വരിക, മണിയുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ്. സോ ഇത് എടുക്കണമെങ്കിൽ വി നീഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കുറേ ഇൻഫർമേഷൻ ഉണ്ടാവും അല്ലേ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡസ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ about എന്തിനെ പറ്റി, the sources and application of cash. Thereby company can take short-term financial decisions like എന്ത്, repayment of loan, payment of bonus, investment outside the firm, etc. എന്നിട്ട് നിങ്ങൾ താഴെ കൊടുക്കുക. Thus ഇതുകൊണ്ടൊക്കെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ ഫൈനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൺക്ലൂഡ് ചെയ്യാം. സോ നമ്മൾ ഇമ്പോർട്ടൻസും പഠിച്ചു. നൗ കംസ് limitations.
ലിമിറ്റേഷനിൽ നിങ്ങൾക്കറിയാം നമ്മൾ ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കുകയുള്ളൂ. സോ അതിലൊന്നാമത്തതും നമ്മൾ പറയുന്ന ലിമിറ്റേഷൻ ഇഗ്നോർസ് ദ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ നമ്മൾ എടുക്കില്ല. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ഒരു എക്സാമ്പിൾ നമ്മൾക്ക് ഒരു കണക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 9 ആണെന്ന് തോന്നുന്നു. അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പർച്ചേസ് ഓഫ് മെഷീനറി ബൈ ഇഷ്യൂ ഓഫ് ഷെയർ. അപ്പോൾ അവിടെ ക്യാഷ് വരുന്നില്ല. മെഷീനറി പർച്ചേസ് ചെയ്യുന്നു, മെഷീനറി വരുന്നു, പകരം നമ്മളെ കമ്പനീൻ്റെ ഷെയർ പോകുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എവിടെ കാണിക്കുന്നില്ല? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നില്ല. സോ ഇവിടെ അതെഴുതണം. അടുത്തത് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചാലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരണം. ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ഐറ്റവും നോൺ ക്യാഷ് ഐറ്റവും നമ്മൾ കാണിക്കും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ആലോചിച്ചാൽ മതി. P&L അക്കൗണ്ടാണ് സംഭവം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്യാഷും ഐറ്റവും കാണിക്കുന്നുണ്ട്. നോൺ ക്യാഷ് ഐറ്റമായ നമ്മളെ ഡിപ്രിസിയേഷൻ പോലെയുള്ള സാധനങ്ങളും കാണിക്കുന്നില്ല. അപ്പോൾ എഴുതുക ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ബോത്ത് ക്യാഷും നോൺ ക്യാഷ് ഐറ്റംസും കാണിക്കും. ആൻഡ് ഓൾസോ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും നമുക്ക് P&L അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവില്ലേ? സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് എന്തേ മനസ്സിലാവുള്ളൂ? ക്യാഷിൻ്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ആൻഡ് ചേഞ്ചസ് ഇൻ ദ ക്യാഷ് ബാലൻസ് ബിറ്റ്വീൻ 2 പീരീഡ് അല്ലെങ്കിൽ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ എന്ന് എഴുതാം. അപ്പോൾ 2 പോയിൻ്റ് ആയേ. അടുത്തത് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. വാട്ട് ഇസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഓൾറെഡി നടന്ന കാര്യങ്ങൾ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ? പഴയ ഡാറ്റ എടുത്തിട്ടാണ് നമ്മൾ ഓൾറെഡി നടന്ന ഡാറ്റ എടുത്തിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എവിടെ ഹിസ്റ്റോറിക്കൽ എന്നുള്ള പോയിന്റ് ഈ ലിമിറ്റേഷൻസിൽ കണ്ടാലും അവിടെ അതാ വരിക. പാസ്റ്റ് ഡാറ്റ, മുന്നേ കഴിഞ്ഞു പോയ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച P&L അക്കൗണ്ടിൽ നിന്നും ബാലൻസ് ഷീറ്റിൽ നിന്നും അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യൽ മാത്രം എവിടെ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. അടുത്തത് ലിമിറ്റഡ് സ്കോപ്പാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് അലോൺ ആണ്. സോ ഇറ്റ് സ്കോപ്പ് വെരി ലിമിറ്റഡ് എസ് കമ്പയർഡ് ടു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് പഠിക്കാനില്ല. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ അപേക്ഷിച്ചിട്ട് ക്യാഷ് ഫ്ലോ വളരെ സ്കോപ്പ് കുറവാണ്. ലിമിറ്റ് മീൻസ് അതിൻ്റെ വ്യാപ്തി കുറവാണെന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോയിൽ ക്യാഷ് മാത്രമേ കൺസിഡർ ചെയ്യൂ. ഫണ്ട് ഫ്ലോയിൽ നമ്മൾ കംപ്ലീറ്റ് ഫണ്ടിൻ്റെ ഒക്കെ അനലൈസ് ചെയ്യും. എനിവേ അത് എഴുതുക. ലിമിറ്റഡ് സ്കോപ്പ് ആസ് കമ്പയർ ടു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് ഷോ ദി ഓവറോൾ ഫൈനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, അതും എഴുതാം. അടുത്തത് ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മാനേജീരിയൽ ഡിസിഷൻ. ഓക്കെ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മാനേജീരിയൽ ഡിസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ മാനേജർ ഇപ്പോൾ എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് ആ ക്യാഷ് പോവില്ല. റൈറ്റ്? ഇനി മാനേജർ പറയുന്നത് ഇപ്പോൾ ആ പേയ്മെൻറ്റ് നടത്തണം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളെ കയ്യിൽ അത്രയും ക്യാഷ് ബാലൻസ് കുറയും. റൈറ്റ്? സോ ഇവിടെ പറയുന്നത് അത് നമ്മൾ ഈ ഒരു ക്യാഷ് ബാലൻസ് എന്ന് പറയുന്ന സാധനം മാനേജറിലെ ഡിസിഷനുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ. സച്ച് ആസ് മേക്കിംഗ് സർട്ടൺ പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക പേയ്മെൻറ്റ്. അപ്പോൾ ഈ CFS ഡസ് നോട്ട് പ്രസൻറ്റ് എ റിയലിസ്റ്റിക് പിക്ചർ. അതുകൊണ്ട് തന്നെ അതിലൊരു റിയലിസ്റ്റിക് പിക്ചർ നമുക്ക് പറ്റില്ല. ബിക്കോസ് ക്യാഷ് ബാലൻസ് എപ്പോഴും മാനേജറുടെ ഡിസിഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ CFS നോക്കിയിട്ട് എല്ലാ സമയവും നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതാം. ഡസ് നോട്ട് പ്രസൻറ്റ് ദ ട്രൂ പിക്ചർ ഓഫ് ലിക്വിഡിറ്റി. ഇതേ കാരണം കൊണ്ട് തന്നെ പിന്നെ ക്യാഷിനെ പറ്റി മാത്രം പറയുന്നത് കൊണ്ടും ഒരിക്കലും നമ്മുടെ ലിക്വിഡിറ്റിയുടെ നമ്മുടെ കയ്യിൽ ഈസിലി ചേഞ്ച് ചെയ്യാൻ പറ്റിയ ക്യാഷിൻ്റെ ആ ഒരു ഇത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡിറ്റി മീൻസ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ പറ്റുക. ഷോർട്ട് ടേം ആണെങ്കിൽ ഷോർട്ട് ടേം ലിക്വിഡിറ്റി എന്ന് പറയും, ലോങ് ടേം ആണെങ്കിൽ ലോങ് ടേം ലിക്വിഡിറ്റി എന്ന് പറയും. ഓക്കെ. അപ്പം ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് മാത്രമല്ല ഈസിലി കൺവേർട്ടബിൾ എന്നും കൂടി ഡിപ്പെൻഡ് ചെയ്യും. ഈ സാധനത്തിനോട് ഞാൻ ഇത്തിരി വിയോജിപ്പുണ്ട്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ട് നമ്മൾ അതേപടി പഠിക്കുന്നു. സോ ക്യാഷ് അലോൺ മാത്രമേ ഇതിൽ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. ലിക്വിഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദോസ് അസറ്റ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഈസിലി. ഓക്കെ. ഇവിടെ സ്റ്റോക്ക് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത് കൂടുതലായിപ്പോൾ. ഓക്കെ. അപ്പോൾ ലിമിറ്റേഷൻസ് കഴിഞ്ഞു. പിന്നെ നിങ്ങളോട് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് മേ ബി ചോദിച്ചേക്കാം. ക്യാഷ് ഈക്വലൻറ്റിൽ കുറച്ച് സാധനങ്ങളുടെ പേര് തിയറി പാർട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാഷും ക്യാഷിനോട് ചേർന്നിരിക്കുന്ന ആ സാധനങ്ങളുടെ പേരൊന്ന് പഠിക്കാം.
അടുത്തത് നമ്മൾ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ക്യാഷ് ഫ്ലോയിൽ ഇൻ ആൻ എൻ്റർപ്രൈസ് ആണ്. ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ബിസിനസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്. ഇപ്പോൾ എൻ്റെ കമ്പനി ഫർണിച്ചർ വിൽക്കുന്ന കമ്പനി ആണെങ്കിൽ ആ ഫർണിച്ചർ വിൽക്കുന്നതും അതിനോട് ബന്ധപ്പെട്ടുണ്ടാവുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഓക്കെ, അപ്പം അതെഴുതുക. എപ്പോഴും ആക്ടിവിറ്റീസിൻ്റെ എഴുതുമ്പോൾ ഇതിപ്പം റവന്യൂ ജനറേറ്റഡ് ഫ്രം ആക്ടിവിറ്റീസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്, ഫർണിച്ചർ വിൽക്കുക, അത് ഓർമ്മിക്കാം. ഇനി ഇങ്ങനെ തന്നെ എഴുതണം. ക്യാഷ് ഇൻഫ്ലോ എന്നും എഴുതുക, ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് എഴുതുക. ഫർണിച്ചർ സെയിൽ ചെയ്യുന്നു, ക്യാഷ് സെയിൽ. അപ്പോൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ഔട്ട്ഫ്ലോ, പൈസ അങ്ങോട്ട് പോകും. പിന്നെയോ സെയിൽ ചെയ്ത് ആൾ പൈസ തരുന്നു, റിസീറ്റ് ഫ്രം ഡെറ്റർ. അപ്പോൾ ഇവിടെ എന്ത് വരും? പേയ്മെൻറ്റ് ടു ക്രെഡിറ്റർ വരും, അല്ലെ സപ്ലയർ വരും. പിന്നെയോ റിസീറ്റ് ഫ്രം റോയൽറ്റി, ഫീ, കമ്മീഷൻ എക്സെട്ര. ഇതാണ് കുട്ടികൾക്ക് എപ്പോഴും സംശയം ഉണ്ടാവും. റോയൽറ്റി, ഫീ എല്ലാം ഓപ്പറേറ്റിംഗ് ആണോ? ഓപ്പറേറ്റിംഗ് ആണ്. ഓക്കെ. പിന്നെയോ പേയ്മെൻറ്റ് ഓഫ് വേജ്, സാലറി, റെൻ്റ്, അല്ലേ? ഈ ഫർണിച്ചർ വിൽക്കുന്നതുകൊണ്ടല്ലേ എംപ്ലോയീസ് വേണ്ട വരുന്നത്, അതുകൊണ്ടല്ലേ അവർക്ക് വേജ് കൊടുക്കേണ്ടി വരുന്നത്. സോ അതിവിടെ വരും. റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ് ടു, ഇത് ഇവിടെയും വരും. ഓക്കെ, സോ ഇത് ഓർമ്മിക്കുക, ഇത് എഴുതുക. ഇനി അടുത്തത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഓർമ്മിക്കേണ്ട നമ്മളെ ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, വിൽക്കുക വാങ്ങുക. ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വിൽക്കുക വാങ്ങുക. ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് വേറെ കമ്പനീൻ്റെ ഷെയറിലും ഡിബഞ്ചറിലൊക്കെ നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ്, ഷെയർ, ഡിബഞ്ചർ, എക്സെട്ര. ഓക്കെ, ഇനി അതും അങ്ങനെ തന്നെ ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് എഴുതാം. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും ഇവിടെ വരും. അപ്പോൾ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റും ഇവിടെ വരും. അതേപോലെ തന്നെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരും, ഷെയർ, ഡിബഞ്ചർ, എക്സെട്ര. അതേപോലെ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ, എക്സെട്ര ഇവിടെ വരും. ഓക്കെ, അടുത്തത് റിസീറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പം ഇങ്ങനെ ഒരു കമ്പനി, എൻ്റെ കമ്പനി വേറെ കമ്പനീൻ്റെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ കമ്പനി എനിക്ക് ഡിവിഡൻഡ് തരും, റൈറ്റ്? സോ റിസീറ്റ് ഓഫ് ഡിവിഡൻഡ് ഇവിടെ വരും. ക്യാഷ് കളക്ഷൻ ഫ്രം ബോറോവേഴ്സ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കമ്പനി വേറെ കമ്പനിക്ക് ലോൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ എൻ്റെ കമ്പനിക്ക് വേറെ കമ്പനിക്ക് ലോൺ കൊടുത്തു. സോ ഈ ലോണ് തിരിച്ചടക്കുമ്പം ഇവിടെ വരും. ഓക്കെ, നമ്മുടെ കമ്പനി വേറെ കമ്പനിക്ക് കൊടുത്ത കാര്യമാണേ പറയുന്നത്. ഓക്കെ, ഇനി ഇവർക്ക് ലോൺ കൊടുക്കുമ്പോൾ ഇവിടെ വരും. ഇതും നിങ്ങൾ ഓർമ്മിച്ച് പഠിക്കണം. നെക്സ്റ്റ് ഇസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം, ഇഷ്യൂ ഓഫ് ഷെയർ. നമ്മുടെ കമ്പനി ഷെയർ റിഡീം ചെയ്യുമ്പം, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. നമ്മുടെ കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പം, ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പം, അതേ ഡിബഞ്ചറും ബോണ്ടും റിഡീം ചെയ്യുമ്പം. നമ്മുടെ കമ്പനി പുറത്തുനിന്ന് ലോൺ ഇങ്ങോട്ട് വാങ്ങിക്കുമ്പം. ഓക്കെ, ലോൺസ് ആൻഡ് ബോറോയിങ്സ്. ഇത് നമ്മളെ കമ്പനി അങ്ങോട്ട് കൊടുത്ത ലോണാണ്. ഓക്കെ, ഇത് നമ്മളെ കമ്പനി ലോണ് വാങ്ങിക്കുന്നു, നമ്മൾ ലോൺ എടുക്കുന്ന കമ്പനി. ദെൻ ഇവിടെ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ വരും. നൗ ഹിയർ കംസ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെയും, റിസീറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റിസീറ്റ് ഓഫ് ഡിവിഡൻഡ് ഇവിടെയും ആണ്. കുട്ടിക്ക് എപ്പോൾ കൺഫ്യൂഷൻ ഉള്ളതാണ്. റിസീറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. റിസീവ്, കിട്ടുമ്പോൾ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓർമ്മിച്ചാൽ മതി. കിട്ടുമ്പോൾ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സെൻറ്റൻസ് മനസ്സിൽ കൊണ്ടുവരിക. എന്തെങ്കിലും കിട്ടിയാൽ ഞാനത് ഇൻവെസ്റ്റ് ചെയ്യും. സോ റിസീറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ്, റിസീറ്റ് കിട്ടി, ഞാൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, അങ്ങനെ ഓർമ്മിക്കുക. ഓക്കെ, സോ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഇവിടെ വരും, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഫൈനാൻസിങ് ആക്ടിവിറ്റി എന്താ? are those activity which result in change in the size and composition of shareholders fund. shareholders fund എന്താ? നമ്മൾ റേഷ്യോ അനാലിസിസ് നല്ല വൃത്തിക്ക് പഠിച്ചതാണ്. സോ ഷെയർഹോൾഡേഴ്സ് ഫണ്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കും. ബാക്കി നിങ്ങൾ അവിടെ എഴുതുക. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റി, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്.
അത് എന്ത് ആക്ടിവിറ്റിയാണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ് പഠിച്ചത്. പക്ഷേ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനൊക്കെ ഇതാണ് അവരുടെ പണി അല്ലേ? സെയിൽ ചെയ്യുക, സെക്യൂരിറ്റീസ് ഒക്കെ സെയിൽ ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുക എന്നൊക്കെ. ഇങ്ങനെയുള്ള കമ്പനീസിന് അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. സോ ഒരു ഹാഫ് മാർക്കിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. സോ ബാങ്കിനും അല്ലെ ഫൈനാൻസ് റിലേറ്റ് ചെയ്ത കമ്പനിക്ക് ഈ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റി ഒക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. അതും എഴുതുക. പിന്നെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് 2 ഫോമാറ്റാണ്. ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോമാറ്റും ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോമാറ്റും. അതിൽ ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോമാറ്റിനകത്ത് ഞാനിവിടെ എഴുതി ചേർക്കുവാണ്. ആഡ് ചെയ്യേണ്ട ഐറ്റം ലോസ് ഓൺ റീവാലുവേഷൻ ഷുഡ് ബി ആഡഡ് ആൻഡ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ ഫോമാറ്റ് വേറെ തന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതെടുത്ത് നോക്കിയാൽ മതി. അത്ര തന്നെ. ഒരു കുട്ടി എൻ്റെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായി, +2ൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആണോ എന്നറിയില്ല. എനിക്ക് ഫോട്ടോ എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ടുണ്ടായി. ഞാനിവിടെ എഴുതുവാണ്. ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ബാങ്ക്. ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണോ എന്ന് ചോദിച്ചിട്ട് ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുമ്പം ക്യാഷ് ഡിപ്പോസിറ്റഡ് ബാങ്ക് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായി. ഇതിൽ നോ ഫ്ലോ ഓഫ് ക്യാഷ് ആണ് മക്കളെ. ഇതിൽ ഫ്ലോ ഓഫ് ക്യാഷ് ഇല്ല. ബിക്കോസ് ക്യാഷ് എന്ന് പോയി ഇപ്പോൾ എവിടെയായി? ബാങ്കിലായി. ക്യാഷ് ബാലൻസ് 10,000 ഉണ്ടായിന്. ആ 10,000 കൊണ്ടുപോയി ബാങ്കിലിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ? ഇവിടെ 0, ഇവിടെ 10, ഇവിടെ 0 ആയിരുന്നു. ക്യാഷ് 10,000 ഉണ്ട്, ബാങ്കിൽ 0 ഉണ്ട്. ഇപ്പം എന്ത് ചെയ്തു? ഈ ക്യാഷ് എടുത്ത് ബാങ്കിലിട്ട്. അപ്പോൾ ഇവിടെ 0 ആയി, ഇവിടെ എന്തുമായി? 10. സോ നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റിൽ ഒരു മാറ്റമില്ല. സോ നോ ഫ്ലോ ഓഫ് ക്യാഷ് ആണ്. സോ അത് തന്നെ. എന്നത് ആ പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് ഒക്കെയാണ് മക്കളെ. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അപ്പം അതും നിങ്ങൾ നോക്കുക. അത് തിയറിക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതൊക്കെ നമ്മൾ പ്രോബ്ലം പാർട്ടിലേ ചോദിക്കുള്ളൂ. സോ അത്രയേ ഉള്ളൂ. സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് നോക്കുക. ക്യാഷ് ഫ്ലോവും ഫണ്ട് ഫ്ലോവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ ഫണ്ട് ഫ്ലോ നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയുന്നില്ല. കംപ്ലീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്ത തിങ്സ് ആണ് ഫണ്ട് ഫ്ലോയിൽ വരിക, എല്ലാ ഫണ്ടുകളും. ഓക്കെ, ഇതിൽ ക്യാഷ് ബേസിസ് ആണ്, ഇത് വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസ്. ക്യാഷ് ബേസിസ്, വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസ്. ഇത് നമുക്ക് ചേഞ്ചസ് ഇൻ ക്യാഷ് ആണ്. ഇത് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതാം. ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതാം. എല്ലാ കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിത് വരയുന്നത്. ഓക്കെ, അടുത്തത് ഷോർട്ട് ടേം ഫൈനാൻഷ്യലും ഇവിടെ നമ്മൾ ലോങ് ടേം ഫൈനാൻഷ്യൽ എന്നും എഴുതാം. നെക്സ്റ്റ് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ ഇതിൽ നമ്മൾ CFS മാത്രമല്ലേ പ്രിപ്പയർ ചെയ്ത്, ഇവിടെ അങ്ങനെയല്ല. FFS എന്ന് പറഞ്ഞാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും വരെയും അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് വരയും. ഓക്കെ, നമ്മൾ ആ കറണ്ട് അസറ്റ് ആ ഒരു സംഭവമില്ലേ, കറണ്ട് ലയബിലിറ്റി, അതും കൂടെ ചേർത്ത് വരയുന്നതാണ് അവർ ഉദ്ദേശിച്ചത്. ഓൺലി ക്യാഷ് റിസീറ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻ്റ് ആണ് റെക്കോർഡ് ചെയ്യുക. ഇത് ഡിസ്പേഴ്സ്മെൻ്റ് എന്നൊന്നും കണ്ടിട്ട് പേടിക്കണ്ട, പേയ്മെൻറ്റ് കേട്ടോ റെക്കോർഡ് ചെയ്യുക. ഇത് അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് ഇസ് റെക്കോർഡ്. ഇത് രണ്ടുമായിട്ട് കാണിക്കില്ല, ഇത് രണ്ടും കഴിഞ്ഞ് അതിൻ്റെ നെറ്റ് ഇഫക്റ്റാണ് നമ്മൾ ഫണ്ട് ഫ്ലോയിൽ കാണിക്കുക. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ക്ലോസിംഗ് ക്യാഷ് ബാലൻസും കാണിക്കും. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് കാണിക്കുക. ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ക്യാഷ് കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ്. ഇത് അക്രൂവൽ കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അക്രൂവൽ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാം അറിയാലോ. ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫൈനാൻഷ്യൽ, ഇസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഫൈനാൻഷ്യൽ അനാലിസിസ്. ഇതും കൂടെ നോക്കാം.